ഗ്രാമത്തിൻ്റെ അതിർത്തിയിലെ ഒരു ചെറിയ വീട്. പഴയ ചുവരുകൾ, പൊട്ടിപ്പൊളിഞ്ഞ വാതിലുകൾ, കാറ്റടിച്ചാൽ കുലുങ്ങുന്ന വാതിൽ. പക്ഷേ ആ വീട്ടിലൊരിക്കൽ ചിരിയും പാട്ടും നിറഞ്ഞിരുന്നുവെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ആ വീട്ടിലായിരുന്നു രാമചന്ദ്രൻ്റെ ജീവിതം. പട്ടിണിയും പരിവട്ടവും നിറഞ്ഞ ജീവിതം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചു. സ്വന്തം കുഞ്ഞിനെ പൊന്നുപോലെയാണ് അദ്ദേഹം ആ വീട്ടിൽ വളർത്തുന്നത്. അമ്മയില്ലാത്ത ദുഃഖം ഒരിക്കൽ പോലും ആ കുഞ്ഞിനെ രാമചന്ദ്രൻ അറിയിച്ചിട്ടില്ല. രാവിലെ 4 മണിക്ക് തന്നെ എഴുന്നേറ്റ് ഗ്രാമത്തിലെ ടൈൽ ഫാക്ടറിയിൽ രാമചന്ദ്രൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്യും. പലപ്പോഴും പട്ടിണി കിടന്ന ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. വെള്ളം കുടിക്കാൻ പോലും സമയമില്ലാത്ത ദിവസങ്ങൾ. പക്ഷേ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ അജയ് പാഠപുസ്തകം തുറന്നിരുന്ന് പഠിക്കുന്നത് കാണുമ്പോൾ രാമചന്ദ്രൻ എല്ലാ കഷ്ടപ്പാടും ഒന്ന് മറക്കും. രാമചന്ദ്രൻ അജയുടെ തലയിൽ കൈവച്ചുകൊണ്ട് പറയും, "നീ പഠിച്ച് വലിയവനായിട്ട് വേണം അച്ഛനൊന്ന് സമാധാനമായിട്ട് ഇരിക്കുവാൻ." അജയ്ക്ക് അച്ഛനെ വളരെ പ്രിയപ്പെട്ടതായിരുന്നു. അജയ് നല്ല രീതിയിൽ തന്നെ പഠിക്കുന്ന കുട്ടിയുമായിരുന്നു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. അജയ് പഠനം പൂർത്തിയാക്കിയ ശേഷം വലിയ നഗരത്തിൽ തന്നെ അജയ്ക്ക് ജോലി കിട്ടി. രാമചന്ദ്രൻ ഇത് കണ്ട് സന്തോഷിച്ചു. രാമചന്ദ്രൻ എപ്പോഴും രാമചന്ദ്രൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ പപ്പുവിനോട് പറയും, "എൻ്റെ മകൻ നഗരത്തിൽ വലിയ ജോലിയിലെത്തിയിരിക്കുകയാണ്. ഇപ്പോഴെനിക്ക് സമാധാനമായി. ഇനി അവന് നല്ലൊരു ജീവിതം കൂടി വേണം. ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ആ പെൺകുട്ടി കൂടിയും വന്ന് അവരെ പേരക്കുട്ടികളെയും കണ്ടിട്ട് വേണം എനിക്ക് സമാധാനമായിട്ട് കണ്ണടയ്ക്കുവാൻ." രാമചന്ദ്രൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പപ്പൻ ഒന്ന് പറയും, "എൻ്റെ രാമ, നീ ഇപ്പോൾ വലിയ നിലയിലൊക്കെ എത്തിയില്ലേ? നിൻ്റെ മകനൊക്കെ പഠിച്ച് നല്ല നിലയിലൊക്കെ എത്തി. ഇനി നിനക്ക് എന്താ സുഖമായി ജീവിച്ചൂടെ?" പപ്പൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ രാമൻ ഒന്ന് ചിരിച്ചു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. അജയ് നഗരത്തിൽ തന്നെ നേഹ എന്ന യുവതിയുമായി സ്നേഹത്തിലാകുന്നു. നേഹ നഗരത്തിൽ ജനിച്ചു വളർന്ന പെൺകുട്ടി. ഏറെ വൈകാതെ തന്നെ അജയ് നേഹയെ വിവാഹം കഴിക്കുന്നു. നേഹയെ ആദ്യമായി ഗ്രാമത്തിലെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. ആ ചെറിയ വീട് കണ്ടപ്പോൾ അവളൊന്ന് ഞെട്ടി. "ഇതാണോ നിൻ്റെ വീടെന്ന്?" അവൾ ദേഷ്യത്തിൽ തന്നെ ചോദിച്ചു. നേഹയ്ക്ക് ഗ്രാമവാസം, പഴയ ചുവരുകൾ, തകർന്ന കതകുകൾ ഒന്നും ഇഷ്ടമായില്ല. ആദ്യ ആഴ്ച അവളൊന്നും പറയാതെ കഴിച്ചുകൂട്ടി. പക്ഷേ പിന്നീടെല്ലാം മാറിത്തുടങ്ങി. അവർക്കൊരിക്കലും അജയുടെ അച്ഛനെ രാമചന്ദ്രനെ അംഗീകരിക്കുവാൻ സാധിക്കുകയുണ്ടായിരുന്നില്ല. രാമചന്ദ്രൻ്റെ പഴയ വേഷവും ഒന്നും നേഹയ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. നേഹ എപ്പോഴും അജയോട് പറയും, "നിൻ്റെ അച്ഛനെയും നിൻ്റെ ഈ ഗ്രാമവും ഈ കുടിലും ഒന്നും തന്നെ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല." അജയ് അവളെ സമാധാനിപ്പിക്കും. "നമ്മൾ ഇവിടെ തന്നെയല്ലേ കഴിയേണ്ടത്? നീ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം." പക്ഷേ നേഹ ഒരിക്കലും അതിൽ തയ്യാറായില്ല. അജയോട് നേഹ പലപ്പോഴുമായി പറഞ്ഞു, "നമുക്ക് ഈ ചെറിയ വീട് പൊളിച്ച് വലിയൊരു ബംഗ്ലാവ് പണിയാം. അതിനുള്ള പൈസയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ നീ ഇത്ര നാൾ ജോലി ചെയ്ത പണമൊക്കെ ഇല്ലേ? നമുക്ക് വേഗം തന്നെ ഈ വീട് പൊളിച്ച് വലിയൊരു കൊട്ടാരം പോലത്തെ വീട് പണിയണം." നേഹയുടെ വാക്ക് കേട്ട് അജയ് ഇത്രയും നാൾ ജനിച്ചു വളർന്ന ആ കുടിൽ പൊളിച്ച് വലിയ കൊട്ടാരം പോലത്തെ വീട് വയ്ക്കുന്നു. എന്നാൽ രാമചന്ദ്രൻ ആദ്യമൊന്നും സമ്മതിച്ചില്ല. പിന്നീട് മകൻ്റെ ആഗ്രഹത്തിന് രാമചന്ദ്രൻ വഴങ്ങിക്കൊടുക്കുന്നു. വലിയ വീട് പണിതപ്പോൾ നേഹയ്ക്ക് രാമചന്ദ്രൻ ഒരു അധികപ്പറ്റായി മാറി. അവിടെ അജയില്ലാത്ത സമയത്തൊക്കെ നേഹ രാമചന്ദ്രനെ ദ്രോഹിക്കുവാൻ തുടങ്ങി. കുത്തുവാക്കുകൾ പറയുവാൻ തുടങ്ങി. രാമചന്ദ്രൻ എല്ലാം സഹിച്ചു. ആരോട് പറയാൻ, എന്തു പറയാൻ? രാമചന്ദ്രൻ ഒന്നും പറയാതെ ഉള്ളിലൊതുക്കി ആ വലിയ വീട്ടിൽ കഴിഞ്ഞു. ഒരു ദിവസം നേഹ അജയോട് പറഞ്ഞു, "നമ്മൾക്ക് അച്ഛനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് മാറ്റണം. ഇനി എൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ഈ വീട്ടിലേക്ക് വരും. അച്ഛനാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ പോലും പറ്റുകയില്ല എനിക്ക്. അത്ര പഴഞ്ചനാണ് നിൻ്റെ അച്ഛൻ. നീ എങ്ങനെയെങ്കിലും അച്ഛനോട് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് അച്ഛനെ പുറത്താക്കണം." ആദ്യമൊന്നും അജയ് സമ്മതിച്ചില്ല. നിരന്തരമായി നേഹയുടെ സമ്മർദ്ദം മൂലം ഒടുവിൽ അജയ് സമ്മതം മൂളുന്നു. അച്ഛനെ പുറത്താക്കേണ്ട ഉത്തരവാദിത്തം നേഹയെ ഏൽപ്പിക്കുന്നു. അങ്ങനെ ഒരു ദിവസം അജയ് ജോലിക്ക് പോയ സമയത്ത് നേഹ അച്ഛനോട് ക്രൂരമായി തന്നെ പെരുമാറുന്നു. ദേഷ്യത്തിൽ തന്നെ രാമചന്ദ്രനെ ആ വീട്ടിൽ നിന്ന് ഇറക്കിവിടുന്നു.
എവിടെയെങ്കിലും നിങ്ങൾ പൊക്കോളൂ, ഇനി ഈ വീട്ടിൽ നിങ്ങൾക്ക് സ്ഥാനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ രാമചന്ദ്രൻ്റെ ബാഗ് പുറത്തേക്ക് വലിച്ചെറിയുന്നു. രാമചന്ദ്രൻ കണ്ണുകൾ നിറഞ്ഞ് ആ ബാഗും എടുത്ത് എവിടേക്ക് പോകണമെന്നറിയാതെ യാത്ര തിരിക്കുന്നു. അജയ് ജോലി കഴിഞ്ഞ് വന്നപ്പോൾ നേഹ അജയോട് വിവരങ്ങളെല്ലാം പറയുന്നു. അച്ഛനെ ഞാൻ ഇവിടെ നിന്ന് പോകുവാൻ പറഞ്ഞു. അച്ഛനൊന്നും പറഞ്ഞില്ല, ബാഗ് എടുത്ത് പോയി എന്ന് പറഞ്ഞു. അജയ് ഒന്നും തന്നെ നേഹയുടെ ആ വാക്കിന് പറഞ്ഞില്ല. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. അജയ് ഒരിക്കൽ പോലും സ്വന്തം അച്ഛനെ അന്വേഷിക്കുവാൻ തയ്യാറായില്ല. എന്നാൽ രാമചന്ദ്രനാകട്ടെ നേഹ അവിടെ നിന്ന് ഇറക്കി വിട്ടപ്പോൾ നിറകണ്ണുകളുമായി എത്തിച്ചെന്നത് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ പാപ്പുവിൻ്റെ വീട്ടിലായിരുന്നു. പാപ്പുവിനോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. പാപ്പു രാമചന്ദ്രനെ കെട്ടിപ്പിടിച്ചു. നീ വിഷമിക്കരുത്, നിനക്ക് ഞാനുണ്ട് രാമ എന്ന് പറഞ്ഞു. അങ്ങനെ രാമചന്ദ്രൻ പാപ്പുവിൻ്റെ വീട്ടിൽ കഴിയുന്നു. രാമചന്ദ്രൻ പോയപ്പോൾ ഒരു വാക്ക് രാമചന്ദ്രനെ അന്വേഷിക്കുവാനോ ഒന്നിനും അജയ് തയ്യാറായില്ല. അജയ് ജോലിയിൽ തന്നെ മുഴുകി ഇരിക്കുകയായിരുന്നു. നേഹ പറയുന്ന വാക്കുകൾ കേട്ട് മാത്രമാണ് അജയ് നടന്നിരുന്നത്. എന്നാൽ നേഹയാകട്ടെ ആഡംബരമായിട്ടുള്ള ജീവിതമാണ് നയിച്ചിരുന്നത്. വലിയ കാർ വാങ്ങി, ബ്രാൻഡഡ് വസ്ത്രങ്ങൾ, വലിയ വലിയ പാർട്ടികൾ, പണത്തിൻ്റെ ചെലവുകൾ മാത്രം. നേഹ എപ്പോഴും അജയോട് പറയും, നമ്മളെപ്പോഴും സ്റ്റാൻഡേർഡായിട്ടുള്ള ലൈഫാണ് നയിക്കേണ്ടത്, അതെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തു പോകണം. നേഹയുടെ വാക്ക് കേട്ട് അജയ് തെറ്റായ വഴിയിലേക്ക് ചെന്ന് പണത്തിന് വേണ്ടി അജയുടെ കമ്പനിയിൽ അജയ് തിരിമറി നടത്തുന്നു. ആദ്യമൊന്നും ആരും ഒന്നും അറിഞ്ഞില്ല. അജയ്ക്കത് ആത്മവിശ്വാസം മുന്നോട്ട് പോയി. പക്ഷേ നിരന്തരമായി അജയ് ആ തട്ടിപ്പ് കമ്പനിയിൽ തുടർന്നു. പക്ഷേ ഒരു ദിവസം അജയുടെ തിരിമറികളെല്ലാം പിടിക്കപ്പെട്ടു. മാനേജർ അജയോട് കടുത്ത ശബ്ദത്തിൽ തന്നെ പറഞ്ഞു, അജയ്, നീ ഈ ഓഫീസിൽ നിന്ന് ഇപ്പോൾ തന്നെ പോകണം. അജയ് മാനേജറുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ എന്തു പറയണമെന്നറിയാതെ തലകുനിച്ചു. മാനേജർ ഉടനെ തന്നെ പോലീസിൽ കേസ് കൊടുത്തു. അജയിനെ പോലീസുകാർ വന്ന് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി. അജയിനെ ആ കമ്പനിയിൽ നിന്ന് ടെർമിനേറ്റഡ് ചെയ്തു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യമെല്ലാം എടുത്ത് വീട്ടിലെത്തിയ അജയ് നേഹ അജയോട് ദേഷ്യപ്പെട്ടു. അജയ് അവളോട് പറഞ്ഞു, നീ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്. നിന്റെ ആഡംബരമായ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കമ്പനിയിൽ തിരിമറി ചെയ്തത്. പക്ഷെ നേഹ അജയിനെ എതിർത്തു. നിനക്ക് ജീവിക്കുവാൻ അറിയില്ല എന്ന് നേഹ അജയോട് പറഞ്ഞു. അജയ് ഒന്നും പറയാതെ അവിടെ തന്നെ ഇരുന്നു. നേഹ അജയോട് പറഞ്ഞു, എനിക്ക് നിൻ്റെ ഒപ്പം ഇനി ജീവിക്കുവാൻ തന്നെ താല്പര്യമില്ല. നിൻ്റെ ഒപ്പം ഞാൻ ഇത്രയും നാൾ ജീവിച്ചിരുന്നത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടും അല്ല. എനിക്ക് മറ്റൊരു യുവാവുമായി ഇഷ്ടത്തിലാണ്. ഞാൻ അവൻ്റെ ഒപ്പം പോകുകയാണ്. ഇനി ജോലിയുമില്ല, ഒന്നുമില്ലാതെ നിന്നെ എനിക്ക് വേണ്ട. എനിക്ക് നിൻ്റെ ഒപ്പം ജീവിക്കാൻ തന്നെ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നേഹ ഒരു ബാഗും എടുത്ത് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അജയ് നിറകണ്ണുകളുമായി ആ വലിയ വീട്ടിൽ കഴിഞ്ഞു. രാത്രിയൊന്നും ഉറങ്ങാതെ അജയ് അവിടെ തന്നെ ഇരുന്നു. മഴത്തുള്ളികൾ കതകിൽ വീഴുന്ന ശബ്ദം അവൻ്റെ മനസ്സിൽ പെയ്യുന്ന മഴയായി പെയ്തിറങ്ങി. പെട്ടെന്നനെയാണ് അവൻ്റെ മനസ്സിലേക്ക് ഒരു ചിത്രം വന്നത്. അതെ, അവൻ്റെ അച്ഛൻ രാമചന്ദ്രൻ്റെ. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൻ്റെ ഹൃദയം ഒന്നു പിളർന്നു. എൻ്റെ അച്ഛന് ഇവിടെയുണ്ടായിരുന്നുവെങ്കിൽ എനിക്കിതൊന്നും സംഭവിക്കുകയില്ലായിരുന്നു. അവൻ അവിടെ ഇരുന്ന് ഉറക്കെ പൊട്ടിക്കരയുവാൻ തുടങ്ങി. അന്ന് രാത്രി തന്നെ മഴ വീഴുന്ന ആ രാത്രി, കാറ്റ് പെയ്യുന്ന ആ രാത്രി അജയ് പാപ്പൻ്റെ വീട്ടിലേക്കുള്ള വഴിയിലൂടെ നടന്നു. അവൻ്റെ മനസ്സിൽ ഒരേ ഒരു ആഗ്രഹം, അച്ഛനെ കാണണം, നടന്നതിനെല്ലാം അച്ഛനോട് മാപ്പ് ചോദിക്കണം. അങ്ങനെ നിറക്കണ്ണുകളുമായി അജയ് രാമചന്ദ്രൻ്റെ സുഹൃത്തായ പാപ്പുവിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. പാപ്പുവിനെ കണ്ട ഉടനെ തന്നെ അജയ്, എൻ്റെ അച്ഛനെ എനിക്ക് കാണണമെന്ന് പറഞ്ഞു. പാപ്പു ഒന്നും പറയാതെ അകത്തേക്ക് ചൂണ്ടിക്കാട്ടി. അജയ് നിറകണ്ണുകളുമായി അകത്തേക്ക് പോയപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. രാമചന്ദ്രൻ ഇപ്പോൾ തീരെ വയ്യാതെ കിടക്കയിൽ കിടക്കുകയാണ്. അജയെ കണ്ടപ്പോൾ രാമചന്ദ്രൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അജയ് ഒരു നിമിഷം ഒന്ന് ഞെട്ടി ഓടിച്ചെന്ന് അച്ഛനെ ചേർത്ത് പിടിച്ചു. അച്ഛ, അച്ഛന് ഈ ഒരു അവസ്ഥ വന്നത് ഞാൻ കാരണമാണല്ലോ അച്ഛ. ഞാൻ തെറ്റ് ചെയ്തു അച്ഛ, എന്നോട് ക്ഷമിക്കണം. രാമചന്ദ്രൻ അജയെ ചേർത്ത് പിടിച്ചു. നീ എൻ്റെ മകനല്ലേ, നിന്നോട് ഞാൻ ക്ഷമിക്കുകയില്ലേ?
അജയ് രാമചന്ദ്രനെയും ചേർത്ത് പിടിച്ച് ഉറക്കെ പൊട്ടിക്കരയുവാൻ തുടങ്ങി. അജയുടെ ശബ്ദം വിറച്ചു. എനിക്ക് ഞാൻ ചെയ്തതിനെല്ലാം ശിക്ഷ കിട്ടിയെന്ന് പറഞ്ഞു. രാമചന്ദ്രൻ അജയിനെ കണ്ടപ്പോൾ സംസാരിക്കുവാൻ ശ്രമിച്ചു. പക്ഷേ രാമചന്ദ്രന് ഇപ്പോൾ അത് സാധ്യമല്ല. രാമചന്ദ്രൻ അജയെ ചേർത്ത് പിടിച്ചു. മകനെ എന്നൊരു വാക്ക് മാത്രം പറഞ്ഞു. ആ വാക്കിൽ രാമചന്ദ്രൻ്റെ മുഴുവൻ ജീവിതത്തിൻ്റെ സ്നേഹവും ക്ഷമയും വേദനയും പിരിയലും ഒന്നിച്ചുണർന്നിരുന്നു. അജയ് അച്ഛനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. വർഷങ്ങളായി കേൾക്കാത്ത പോയ അച്ഛൻ്റെ ഹൃദയമിടിപ്പ് അജയ് തൻ്റെ നെഞ്ചിൽ കേട്ടുകൊണ്ടേയിരുന്നു. അച്ഛ അച്ഛ എന്ന് അവൻ ഉറക്കെ വിളിച്ചു. രാമചന്ദ്രൻ അവസാനമായി അജയുടെ നെഞ്ചിൽ തലവെച്ചു. രാമചന്ദ്രൻ്റെ ശ്വാസം പതുക്കെ പതുക്കെ പോയി തുടങ്ങി. ഒരു നിമിഷം നിശബ്ദത. പിന്നീട് ശ്വാസം നിലച്ചു. അജയ്ക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല. അച്ഛനെ കണ്ട് അച്ഛൻ തലകുലുക്കാതെ ഇരുന്നപ്പോൾ, വിരലുകൾ ഇളക്കാതെ ഇരുന്നപ്പോൾ, ശബ്ദമില്ലാത്തത് കണ്ടപ്പോൾ ഒരു നിമിഷം അവൻ്റെ ലോകം ഇല്ലാത്തതുപോലെ തോന്നി. അച്ഛ അച്ഛ എന്ന് ഉറക്കെ വിളിച്ചു. അവനൊരു പ്രാന്തനെ പോലെ അവിടെ ഇരുന്ന് കരയുവാൻ തുടങ്ങി. എന്നെ വിട്ടുപോകരുത് അച്ഛ, വിട്ടുപോകരുതെന്ന് ഉറക്കെ നിലവിളിച്ച് ഒരു പ്രാന്തനെ പോലെ അജയ് അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു.